ഹോളിവുഡ് സിനിമകളെയും ഇന്ത്യൻ സിനിമകളെയും നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുക. അതിൽ വരുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെ എടുത്തു നോക്കുക. മലയാളത്തിലും ഹിന്ദി സിനിമയിലും അല്ല, ഇന്ത്യൻ സിനിമയിൽ മൊത്തത്തിൽ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഹിറ്റാവുന്ന സിനിമകളാവട്ടെ, കമേഴ്ഷ്യൽ സിനിമകളാവട്ടെ, ആർട്ട് ഫിലിം പോലും ആകട്ടെ, സ്ത്രീ കഥാപാത്രം എന്ന് പറഞ്ഞാൽ നായകൻ്റെ ഭാര്യ, അമ്മ, കാമുകി, ഇങ്ങനെയുള്ളൊരു റോളിലാണ് അത് ഒതുങ്ങി നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തിൻ്റെ പ്രതിഫലനമാണ് സിനിമയിൽ എന്ന് പറയാൻ കഴിയില്ല. സിനിമയ്ക്ക് ഈ സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയുമെന്നാണല്ലോ പറയുന്നത്. സിനിമ കണ്ടിട്ട് ആൾക്കാർ കൊലപാതകം ചെയ്യുന്നു എന്നൊക്കെയാണ് അവിടെ വാദിക്കുന്നത്. എങ്കിൽ ഈ പറയുന്ന ഘടനാപരമായ മാറ്റം സിനിമയിലൂടെ വരണ്ടേ? ആളുകൾ സിനിമ കണ്ടിട്ട് ആളുകൾ ഉത്ബുദ്ധരാവണ്ടേ? അതുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച്, ഒരു ഇടപെടൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. അതിനുള്ള ഏറ്റവും നല്ല അവസരമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഒരു പക്ഷേ ഈ സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പുരോഗമനപരമായ ഒരു സ്റ്റെപ്പായിട്ട് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടാവുന്ന ചരിത്രപരമായൊരു നടപടിയാവുമായിരുന്നു. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള ധൈര്യമൊന്നും ഈ സർക്കാരിനില്ല. ഈ പുരോഗമന വാചോടാപം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അങ്ങനെ ഡയലോഗ് അടിക്കുക എന്നതിനപ്പുറം, അത് നമ്മൾ ശബരിമല വിഷയത്തിലും കണ്ടതാണ്. ഡയലോഗ് അടിച്ച് എന്തെങ്കിലും നേടുക, നിലപാടുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിലപാടുകളുടെ രാജകുമാരന്മാരാവുക എന്നതിനപ്പുറം ക്രിയേറ്റീവായിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുക്കാനുള്ള വിൽ പവർ, ധൈര്യം അതില്ല എന്നുള്ളതാണ്. അത്ര പ്രശ്നമൊന്നുമില്ലാത്ത വിഷയങ്ങളിൽ, അത്ര തിരിച്ചടി കിട്ടാത്ത, ഡാമേജ് ഉണ്ടാക്കാത്ത വിഷയങ്ങളിലൊക്കെ മികച്ച നിലപാട് പറയുക, അന്താരാഷ്ട്ര വിഷയങ്ങളിൽ നല്ല നിലപാട് സ്വീകരിക്കുക, കൃത്യതയുള്ള നിലപാട് സ്വീകരിക്കുക, അത് ഉറക്കെ പറയുക, ആർജവത്തോടെ പറയുക എന്നതിനപ്പുറം ദേഹത്ത് കൊള്ളുന്ന വിഷയങ്ങളിൽ മാറിപ്പോവുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ലൈൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്.